الحمد لله رب العالمين ولا عقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه الفائزين وعلى من تبعهم بإحسان إلى يوم الدين وبعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പുതിയ ഒരു സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ 41-ാമത്തെ അധ്യായം സൂറത്തു ഹാമീം സജദ ആണ് എടുക്കാനുള്ളത് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. സൂറത്തിന്റെ പേര് ഹാമീം സജദ. ഫുസ്സിലത്ത് എന്ന് പേരുണ്ട് സൂറത്ത്. ഫുസ്സിലത്ത് എന്ന് പേര് വരാൻ കാരണം ഈ സൂറത്തിന്റെ 3-ാമത്തെ ആയത്തിൽ ഖുർആനെ കുറിച്ച് പരിചയപ്പെടുത്തിയ സമയത്ത് കിതാബുൻ ഫുസ്സിലത്ത് ആയാത്തുഹു, ആയത്തുകൾ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്, അങ്ങനെയുള്ള ഗ്രന്ഥം എന്നുള്ള പരാമർശം ഉള്ളതുകൊണ്ടാണ് ഫുസ്സിലത്ത് എന്ന് പേര് വന്നത്. മറ്റൊരു പേര് ഹാമീം സജദയാണ്. ഹാമീം സജദ എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് അറിയുന്ന സംഗതിയാണ്, ഖുറാനിൽ ചില സൂറത്തുകൾ, ഏകദേശം 29ഓളം സൂറത്തുകളുടെ തുടക്കത്തിൽ എന്നിട്ട് ഹുറൂഫുൽ മുഖത്ത ആയ കേവല ചില അക്ഷരങ്ങൾ കൊണ്ട് അർത്ഥം നമ്മൾ പരിഭാഷയ്ക്ക് നോക്കിയാൽ, ഇപ്പോൾ സൂറത്തുൽ ബഖറ തുടക്കത്തിൽ അലിഫ് ലാം മീം എന്നാണല്ലേ, അതിന്റെ അർത്ഥം അവിടെ ഉണ്ടാവില്ല, അലിഫ് ലാം മീം എന്നേ ഉണ്ടാവുള്ളൂ. അതേപോലെ ചില സൂറത്തിന്റെ തുടക്കത്തിൽ ഖാഫ്, നൂൻ, ഖാഫ് ഹാ യാ ഐൻ സ്വാദ്, അങ്ങനെ ഉള്ള രൂപത്തിൽ രണ്ടക്ഷരമുള്ളതുണ്ട്, ഒറ്റ അക്ഷരമുള്ളതുണ്ട്, രണ്ടുള്ളതുണ്ട്, മൂന്നുള്ളതുണ്ട്, നാലുള്ളത് അലിഫ് ലാം മീം റാ 4 അക്ഷരം, ഖാഫ് ഹാ യാ ഐൻ സ്വാദ് 5 അക്ഷരം, അങ്ങനെ 5 അക്ഷരങ്ങൾ വരെ ഉള്ളത് എന്തുണ്ട് പല സൂറത്തുകളായി വന്നിട്ടുണ്ട്. ചില അക്ഷരങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുണ്ട്, ചിലത് അലിഫ് ലാം മീം കുറെ സ്ഥലത്തുണ്ട്. ഹാമീം ഈ ഇപ്പൊ നമ്മള് 41-ാമത്തെ സൂറത്ത് എടുക്കുന്നത് അല്ലെ, 40 മുതൽ 46 വരെ ആ 7 സ്ഥലത്താണ് ഹാമീം വന്നിട്ടുള്ളത്. കണ്ടിന്യൂ 7 സൂറത്ത്. സൂറത്തുൽ ഗാഫിർ 40, 41 ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഹാമീം സജദ, 42 ശൂറ, 43 സുഹ്റുഫ്, 44 ദുഖാൻ, 45 യാസീൻ,